ഹായ് ഗൈസ്, സൺഡേ ആയിട്ട് എന്താണ് പരിപാടി? നമുക്ക് ഒരു പരിപാടി ഉണ്ട് കേട്ടോ. റോഡ് പണി നടക്കുന്നുണ്ട് തന്നെ, കുടുംബത്ത് പാർക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഇതിനോട് ചേർന്നുള്ള റോഡ് സൈഡിലായിരുന്നു വണ്ടി ഇട്ടിരുന്നത്. അർദ്ധരാത്രിയിൽ ഏതോ വണ്ടിക്കാരൻ വന്നിട്ട് ചാമ്പിയേച്ച് പോയി. ആ ഭാഗമൊക്കെ ഒന്ന് പൊട്ടിയിട്ട് പെയിന്റ് ചെയ്യുന്ന പരിപാടിയാണ് നിന്ന്. ഇന്നെന്തായാലും വണ്ടി കുടുംബത്തോണ്ട് പാർക്ക് ചെയ്ത് ഇപ്പോഴാണ് പൊടിച്ച് ലവലോലിക്കാൻ മരത്തിന്റെ ചോട്ടിരിക്കുന്നുണ്ട്. ഒന്നും നോക്കില്ല, നൊക്ലാച്ച് ഫീൽ ചെയ്ത് ഞാൻ അങ്ങോട്ട് ചാടി. ഇവിടേക്കാണ് റബ്ലോളിക്കാന്നാണ് പറയുന്നത്. നിങ്ങളുടെയൊക്കെ നാട്ടുകളിൽ എന്താണ് പറയുന്നത് കമന്റിൽ അയക്കുക. എന്തായാലും നമുക്ക് ആശാനെ ഉപ്പിലിടാൻ അതുപോലെ അച്ചാറിടാനൊക്കെ ബെസ്റ്റാണ്. നല്ല പഴുപ്പുള്ളതാണെന്നൊരു ആശാന്റെ പുളിയാണ് നമുക്ക് സഹിക്കാൻ പറ്റത്. റബ്ലോളിക്കാൻ നമ്മുടെ അയൽവാസിയുടെ വീട്ടിലുള്ളതാണ് കേട്ടോ. എന്തായാലും അവരോട് അനുവാദം ചോദിച്ചിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള പിച്ചി എടുത്തിട്ടുണ്ട്. കുഞ്ഞുനാളിലൊക്കെ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ മാക്കം അടിക്കുമായിരുന്നു. ഒരെണ്ണം കഴിച്ചപ്പോൾ തന്നെ എനിക്ക് പുളി സഹിക്കാൻ വയ്യ. എല്ലാ ആസകലം പുളിച്ച് കയറുകയാണ്. പൊടിച്ചിടെ സാച്ചിയുടെ സ്പെഷ്യൽ സൺഡേ ഡാൻസ് ഉണ്ടായിരുന്നു. യൂട്യൂബിൽ നോക്കിയാണ് സകല കാര്യങ്ങളും പഠിക്കുന്നത്. യൂട്യൂബും ഗൂഗിളും ഒക്കെയാണ് അവരുടെ ലോകം. ഇപ്പോഴത്തെ തലമുറ നമ്മളൊന്നും കടിഞ്ഞാടേണ്ട ആവശ്യമുണ്ട്. എല്ലാ ആവശ്യത്തിനും വേണമെന്നാണല്ലോ. അതുകൊണ്ട് തന്നെ നമ്മളെ മക്കളെ പ്രകൃതിയോടൊക്കെ ഇണക്കി വളർത്തുന്നതാണ് നല്ലത്. നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റ് പറന്ന് പന്തലിച്ചപ്പോൾ പോണ്ടിന്റെ അടുത്ത് മാറ്റി വീടിന്റെ ഫ്രണ്ടിൽ വെച്ചിട്ടുണ്ട്. വൈകുന്നേരം ആയപ്പോൾ അവളോട്ട് ഞാൻ പോണ്ടിന്റെ അടുത്ത് നിന്ന് ചായ ഒക്കെ അടിച്ചു. നമ്മുടെ വീട്ടിൽ ബാൽക്കണിയോ സിറ്റൗട്ടോ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളൊക്കെ ചായ കുടിക്കാൻ തിരഞ്ഞെടുക്കുന്ന ഏരിയ ഇതാണ്. കുറച്ചു നേരം ചായ കുടിച്ചിങ്ങനെ ഏകാന്തതയിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചിന്തിച്ചോണ്ടിരിക്കുമ്പോൾ വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ പോണ്ടിൽ കിടക്കുന്ന മീനിനൊക്കെ ഇങ്ങനെ നോക്കി ആസ്വദിച്ച് ചായയും പഴംപൊരിയൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മളിൽ നിന്ന് ഒരു ഞായറാഴ്ച കൂടെ കടന്നു പോകുന്നു. റോഡ് പണി ഏകദേശം പൂർത്തിയായതുകൊണ്ട് തന്നെ ഇന്റർലോക്ക് ആയതുകൊണ്ട് തന്നെ പിള്ളേർക്ക് കളിക്കാൻ അടിപൊളി സ്ഥലമായി. അപ്പൊ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും ബൈ.